സൗവർണിക, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും തമ്മിൽ ഒരു ധാരണയുണ്ട് എന്നാണ് പരക്കെ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഓരോ മണ്ഡലത്തിലെ ഇത് പരിശോധിച്ചാലും നമുക്കത് വെറും ഒരു ആരോപണം ആണ് എന്ന് തോന്നില്ല. പലരും ചോദിക്കും, അങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ അണികൾ ആ വോട്ട് മറിക്കുന്നത്, അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടാകാം, അത് വെറും ഒരു ആരോപണമല്ലേ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഏത് രീതിയിൽ ചിന്തിക്കണമെന്ന് വെച്ചാൽ, ഈ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അത് വീക്കായ ഇപ്പൊ ഓപ്പോസിറ്റ് ഉള്ളവർ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളിടത്ത് ശക്തനായ സ്ഥാനാർത്ഥിയെ ഒഴിവാക്കി കൊടുക്കുമ്പോൾ തന്നെ അതൊരു ഡീലായി മാറും. അല്ലാതെ അണികളോടെല്ലാം നിങ്ങൾ CPM-ന് വോട്ട് ചെയ്യുന്ന BJP-യും അല്ലാതെ BJP-ക്ക് വോട്ട് ചെയ്യുന്ന CPM-ഉം പറയേണ്ട കാര്യമില്ല. അവിടെ ഈ നിഷ്പക്ഷ വോട്ടുകൾ എങ്ങോട്ട് മറിയണം എന്ന് തീരുമാനിക്കാൻ സ്ഥാനാർത്ഥി നിർണയത്തിന് പങ്കുണ്ട്. അപ്പൊ അതിൽ നമ്മളിപ്പോ ചെങ്ങന്നൂർ മണ്ഡലം എടുത്താൽ BJP-യുടെ സന്ദീപ് വാചസ്പതി ചെങ്ങന്നൂരിൽ വളരെ സജീവമായിരുന്ന ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ചെങ്ങന്നൂരിൽ മത്സരിപ്പിക്കാതെ നേരെ കൊണ്ട് ഹരിപ്പാട് മത്സരിപ്പിച്ചു. അപ്പോൾ അതിൽ രണ്ട് ഉദ്ദേശങ്ങൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെങ്ങന്നൂരുള്ള BJP വോട്ടുകൾ അത് മറിഞ്ഞ് എവിടേക്ക് പോകണം? സജി ചെറിയാന്. അപ്പൊ എന്തായാലും സജി ചെറിയാൻ ഇപ്പോൾ നിലവിലുള്ള ഈ മന്ത്രിസഭയിൽ വളരെ ശക്തനായ ഒരു മന്ത്രി തന്നെയാണ്. എനിക്കൊന്ന് പിണറായി വിജയന് ഏറ്റവും അടുപ്പമുള്ള മന്ത്രിമാരിൽ ഒരാളാണല്ലോ സജി ചെറിയാൻ. അടുപ്പം എന്നതിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സജി ചെറിയാനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ BJP-ക്കാരോട് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല. BJP-യിൽ നിന്ന് BJP-യിലേക്ക് വോട്ട് വരാതിരിക്കാൻ തക്ക ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തി. ഇപ്പോൾ ഒരു ഗോപകുമാർ എന്ന് പറയുന്ന ഒരു ആളാണ് അവിടെ സ്ഥാനാർത്ഥി. BJP-യുടെ സജീവ പ്രവർത്തകനാണ് എങ്കിലും ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സ്വാധീനം കുറവാണ്. അല്ലേ, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് ഒരു മണ്ഡലത്തിൽ അവിടെ അത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തി, അല്ലെങ്കിൽ ആ മണ്ഡലവുമായി അത്രത്തോളം ആത്മബന്ധമുള്ള വ്യക്തികളെ പരിഗണിക്കുമ്പോഴാണല്ലോ സാധാരണഗതിയിൽ അതൊരു അനുകൂലമായ സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഈ ചെങ്ങന്നൂരായിരുന്നു സന്ദീപ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരുന്നത്. ഒരാൾ, അതിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാകട്ടെ, ഒരാൾ ഒരു മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് രാവിലെ വന്ന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുന്നേ പ്രവർത്തിക്കുന്നവരായിരിക്കില്ലല്ലോ. മിക്കവാറും എല്ലാ പാർട്ടിയിലും 5 വർഷം മുന്നേ, ഇപ്പം ഞാനൊരു ഉദാഹരണം എന്നെ വെച്ച് പറയാം. ഞാൻ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ മണ്ഡലത്തിൽ ഞാനൊരു 5 വർഷം മുൻപേ, സ്വാഭാവികമായി ഞാൻ പാർട്ടി പ്രവർത്തകയായിരിക്കുമല്ലോ, പക്ഷെ ഞാൻ ഏറ്റവും കുറഞ്ഞത് ഒരു 3 വർഷം മുമ്പേ ആ മണ്ഡലത്തിൽ സജീവമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും എന്റെ ശ്രദ്ധ അല്ലെങ്കിൽ ഇടപെടലുണ്ടാകും. എനിക്ക് അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ അവിടെ കാണിക്കും. എന്നാൽ മാത്രമാണ് ആ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് എന്നെ അറിയാൻ കഴിയുന്നത്, അവിടെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് വോട്ട് കിട്ടുന്നത്. അതുപോലെ ആയിരുന്നു ചെങ്ങന്നൂർ സന്ദീപിന്റെ പ്രവർത്തനം. ഞാനിപ്പോ സന്ദീപിനെ ചെങ്ങന്നൂർ നിർത്തിയാൽ വിജയിക്കുമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ഒരുപക്ഷെ സജി ചെറിയാൻ പരാജയപ്പെടാനും വോട്ട് 2 സൈഡിലേക്ക് സ്പ്ലിറ്റ് ആയാൽ അത് UDF-ന് അനുകൂലമായി വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തെയാണ് ഇവർ ഇല്ലാതാക്കിയത്. അതിപ്പോ നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. CPM നമ്മളെന്ന് വെച്ചാൽ നമ്മളിരുന്ന് പറയുന്നില്ല, രാഷ്ട്രീയങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്. CPM BJP ഒരു അന്തർധാര കേരളത്തിലുണ്ട്. രണ്ടുപേരുടെയും പ്രധാന ശത്രു എന്ന് പറയുന്നത് UDF ആണ്. അതെ, BJP-യുടെ ആപ്തവാക്യം തന്നെ എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ്. കോൺഗ്രസ് മുക്ത കേരളമാണ് CPM അല്ലെങ്കിൽ LDF ലക്ഷ്യം. ഈ BJP-ക്കാർ പോലും പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് CPM അല്ലെങ്കിൽ LDF മുന്നണി കേരളം ഭരിച്ചാലും വലിയ നഷ്ടങ്ങളൊന്നുമില്ല, കാരണം അവർ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് എന്ന ഒരു തിരിച്ചറിവ് BJP-ക്കുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇത്തരം അന്തർധാരകളിലേക്ക് പോയെന്ന് പറയേണ്ടി വരും. കാര്യം ഒരു സ്ഥലത്ത് ഞാൻ മനസ്സിലാക്കി വെച്ചപ്പോ, ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ BJP വീക്കായ ഒരാളെ നിർത്തിയാൽ മറുവശത്ത് അതേ അന്തർധാര ഉണ്ടാവില്ലേ? അതെ. അപ്പോൾ എന്തായാലും പിന്നെ മറ്റൊരു ഉദ്ദേശം കൂടി ഉള്ളത്, ഈ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നൊരു ഉദ്ദേശം. എന്തായാലും സന്ദീപ് വാചസ്പതിക്ക് ഒരുവിധം ഒരാൾക്കാരിൽ ഒരു ജനസമ്മതി ഉള്ള ഒരാൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും കുറച്ച് BJP വോട്ടുകൾ, അതായത് നിഷ്പക്ഷമായി എന്നാൽ BJP-ക്ക് കൊടുക്കണോ, അല്ലെങ്കിൽ നിഷ്പക്ഷ വോട്ടുകൾ എങ്ങോട്ട് വേണോ ചായാവുന്നതാണ് ഈ നിഷ്പക്ഷ വോട്ടുകൾ. എപ്പോഴും ഈ UDF-ന്റെ വിജയത്തെ നിർണ്ണയിക്കുന്നത് ഈ നിഷ്പക്ഷ വോട്ടുകൾ തന്നെയാണ്. UDF എന്നല്ല, ഈ ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ നിഷ്പക്ഷ വോട്ടുകൾ തന്നെയാണ്. അപ്പോൾ നിലവിൽ, അതായത് ഇലക്ഷന്റെ ആ സമയത്ത് ആരാണോ കൂടുതൽ പെർഫോം ചെയ്യുന്നത്, ആ ഭരണം ജനങ്ങളിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണ്, പ്രതിപക്ഷം എങ്ങനെ ആയിരുന്നു അത്രയും കാലം എന്നും ഇതെല്ലാം കണക്ക് കൂട്ടി തന്നെ നിഷ്പക്ഷ വോട്ടുകൾ തന്നെയാണ് വിജയിയെ തീരുമാനിക്കുന്നത്. കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത്.
നിലവിൽ ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എങ്കിലും ഇപ്പോൾ എത്രയൊക്കെ തന്നെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ബോർഡ് വെച്ചാൽ പോലും ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ സജീവമാണ്. ഇവർ എത്ര വീടുകൾ കൊടുത്തു എന്ന് പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തു എന്ന് അക്കമിട്ട് നിരത്തി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ട് PR വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും 100 രൂപ ഒരിടത്ത് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ 10,000-ങ്ങളും ലക്ഷങ്ങളും അത് പലരുടെയും പോക്കറ്റിൽ പോയിട്ടുണ്ട് എന്നും അത് അട്ടിമറിച്ച് പണം വേറെ വഴിമാറി ഇവർ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എടുത്തു പറയേണ്ടത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. അപ്പൊ ഈ ചെങ്ങന്നൂരും ഹരിപ്പാടും എല്ലാം ഈ ശബരിമലയുടെ അടുത്ത സമീപ പ്രദേശങ്ങളായി. അത് മാത്രമല്ല, ഹരിപ്പാട് BJP ഇതുപോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതുകൊണ്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. കാര്യം ഭൂരിപക്ഷം കുറയ്ക്കാം. എന്ന് വെച്ചാൽ ഹരിപ്പാട് പോലെ ഒരു മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയെ പ്രത്യേകിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയെ പരാജയപ്പെടുത്താനൊന്നാകില്ല. കാര്യം രമേശ് ചെന്നിത്തലയാണ്, അല്ലെങ്കിൽ ഹരിപ്പാട് എന്ന് പറയുന്ന ചെന്നിത്തലയാണ്. ഹരിപ്പാട് എന്ത് വികസനമുണ്ടോ അതെല്ലാം ചെന്നിത്തല കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പാർട്ടി അന്ധമായ രാഷ്ട്രീയമില്ലാതെ, അവിടെ രാഷ്ട്രീയം നോക്കാം, അവിടുത്തെ ജനങ്ങളോട് സംസാരിച്ചാൽ അറിയാൻ കഴിയും. അവിടെ രമേശ് ചെന്നിത്തല അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, മതം ജാതി ഇതൊന്നും നോക്കിയിട്ടല്ല. ആ മണ്ഡലത്തിലെ ഏതൊരു വ്യക്തിക്കും അവരുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് രമേശ് ചെന്നിത്തല. അപ്പൊ അവരോട് നമ്മൾ ചോദിച്ചാൽ തന്നെ അവർ പറയുന്നത് ഇവിടെ രമേശ് ചെന്നിത്തല അല്ലാതെ മറ്റാര് വരാനാണ്, പാർട്ടി നോക്കിയിട്ടല്ല. ഇപ്പൊ അവിടെ നിരവധി ആൾക്കാര് കേരളം അടുത്ത് വീണ്ടും LDF ഭരിക്കണം എന്ന ആഗ്രഹമുള്ള ഇടതുപക്ഷ ചായ്വുള്ള ആൾക്കാരുണ്ട്. അവർ പോലും പറയുന്നത് കേരളം പിണറായി ഭരിച്ചോട്ടെ, പക്ഷെ ഹരിപ്പാട് ചെന്നിത്തല ഭരിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. ഇപ്പൊ ചെന്നിത്തലയെ പരാജയപ്പെടുത്തുക എന്നുള്ളതല്ല, ചെന്നിത്തലയുടെ ഭൂരിപക്ഷം കുറയ്ക്കുക. ഈ പറയുന്ന CPM-ഉം BJP-യും ഒരുപോലെ ടാർഗറ്റ് ചെയ്ത കുറച്ച് നേതാക്കളുണ്ട്. UDF-ലെ കോൺഗ്രസ് ഒരാളാണ് രമേശ് ചെന്നിത്തല. കെ മുരളീധരനെ എങ്ങനെയും പരാജയപ്പെടുത്തുക. എനിക്കൊന്ന് മുരളീധരനോടുള്ള പക നേമത്തെ പഴയ അക്കൗണ്ട് പൂട്ടിച്ചതിന്റെ പകയാണ് BJP-ക്ക്. അതിന് CPM കൂടി ഒത്താശ ചെയ്ത് കൊടുക്കാണ്. ഇതുപോലെ കുറെ നേതാക്കളെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവര് നിൽക്കുന്ന സ്ഥലങ്ങൾ ചേച്ചി നോക്കിയാൽ മതി. ഇതുപോലെ തൊട്ടടുത്തുള്ള ഏതെങ്കിലുമൊക്കെ മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ അവിടെ ഒരു അന്തർധാരയുടെ പേരിൽ ഇവർക്ക് സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. ഭൂരിപക്ഷം കുറയ്ക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഭൂരിപക്ഷമെങ്കിലും കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിനാണ് ഇവർ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചേച്ചി ഒന്ന് ആലോചിച്ചു, കേരളത്തിൽ BJP 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ടെങ്കിലും തുറക്കുന്നുണ്ടെങ്കിൽ അത് CPM-ന്റെ അല്ലെങ്കിൽ CPM വോട്ട് മറിച്ചു കൊടുത്തിട്ട് തന്നെയായിരിക്കും. ഒരു അക്കൗണ്ടെങ്കിലും തുറക്കുന്നുണ്ടെങ്കിൽ അത് CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. പല സർവേകളും പ്രകാരം BJP 3 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞ ഒരു സീറ്റെങ്കിലും കിട്ടുന്നുണ്ട് എങ്കിൽ അത് ഈ പറയുന്ന CPM BJP അന്തർധാരയുടെ പേരിലായിരിക്കും. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ BJP-ക്ക് CPM വോട്ട് മറിച്ചു കൊടുക്കുകയും പകരം മറ്റൊരു മണ്ഡലത്തിൽ BJP CPM-ന് ചേച്ചി പറഞ്ഞതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ഞാൻ വിശ്വസിക്കാത്തൊരു കാര്യം, ഞാൻ വിശ്വസിക്കുന്നില്ല കേഡർ വോട്ടുകൾ, CPM-ന്റെ കേഡർ വോട്ടുകൾ ഒരിക്കലും BJP-ക്ക് പോവില്ല. കാര്യം ചില ആളുകൾ നമ്മൾ തമാശയെങ്കിലും പറയും, കണ്ണടച്ച് കുത്തിയാലും അവരതിലേ കുത്തു എന്നുള്ളതുണ്ട്. അത്തരം വോട്ടുകൾ മറിക്കാനായില്ലെങ്കിലും നിഷ്പക്ഷരെ എങ്ങോട്ട് ചായണമെന്ന് അറിയാൻ പറ്റാത്തവരെയൊക്കെ മാറ്റി കുത്തിക്കാനുള്ള സാധ്യതയുണ്ട്.